പിന്നെ ചില ആൾക്കാരുണ്ട്, നമ്മൾ പറയുന്ന സത്യം വിശ്വസിക്കാതെ നമ്മുടെ ചുറ്റിലുമുള്ള ആൾക്കാർ പറയുന്ന കള്ളത്തരങ്ങൾ നമ്മളെക്കുറിച്ച് വിശ്വസിപ്പിച്ച് അത് മനസ്സിൽ വെച്ച് നമ്മളോട് പെരുമാറുന്നവരോട്, അങ്ങനെ പെരുമാറുന്നവരോടും അവരോട് ആർഗ്യൂ ചെയ്യാനോ അവരോട് നമുക്ക് ഒത്തിരി മീൻസ് അവരോട് റെസ്പോണ്ട് ചെയ്യാനോ നിൽക്കരുത്. അങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും നമ്മുടെ പീസ്ഫുൾ മൈൻഡിനെ ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലെ എൻ്റെ ഹസ്ബൻഡ്, അപ്പം അവരോട് ആരെങ്കിലും നിന്റെ വൈഫ് പ്രീതിയെക്കുറിച്ച് അല്ലെ നിന്റെ ഫ്രണ്ട് പ്രീതിയെക്കുറിച്ച് അവരിങ്ങനെ പറഞ്ഞു, അവരങ്ങനെ പറഞ്ഞു, അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുന്ന ഒരു ഫ്രണ്ട് അല്ലെ അത് വിശ്വസിക്കുന്ന ഹസ്ബൻഡ് ആണെങ്കിൽ അവർക്ക് നമ്മളെക്കുറിച്ച് ഒരു പൂർണ്ണ ബോധ്യമില്ല. അപ്പം അവർക്ക് അവരോട് ആ ഒരു ആൻസർ പറയാം, ഇന്ന ആൾക്കാർ പറഞ്ഞിട്ട് വേണ്ട പ്രീതി എന്നൊരു വ്യക്തിയെ എനിക്ക് മനസ്സിലാക്കാൻ. പ്രീതി എന്നൊരു വ്യക്തിയെക്കുറിച്ച് എനിക്കൊരു ധാരണയുണ്ട്, ആ ധാരണ അനുസരിച്ച് ഞാൻ മുന്നോട്ട് പൊക്കോളാം. അപ്പം അതാണ് യഥാർത്ഥ സ്നേഹം അല്ലേ. അത് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താലും ആ തെറ്റ് നമ്മളെ ചൂണ്ടിക്കാണിച്ച് അതിനെ നമ്മൾ എങ്ങനെയാണ് അതിൽ നിന്ന് പുറത്ത് കടക്കേണ്ടതെന്ന് നമ്മളോട് പറഞ്ഞു തരുന്നവരായിരിക്കും നമ്മുടെ യഥാർത്ഥ ഫ്രണ്ട്. അല്ലാതെ നമ്മളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അത് വേറുള്ള വ്യക്തികളോട് പറഞ്ഞു നടന്ന് അത് എന്താണെങ്കിലും അത് നമ്മുടെ ചെവിയിലെത്തും. നമ്മളാണെങ്കിലും മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലും അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞാൽ അത് അവരുടെ ചെവിയിലെത്തും എന്തോ ആണ്. അങ്ങനെ അവരുടെ ചെവിയിൽ അത് എത്തുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള അവരുടെ ആ ചിന്ത എന്തോ ആയിരിക്കും. നമ്മൾ വിചാരിക്കും നമ്മൾ ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും ആരോടെങ്കിലും പറഞ്ഞാൽ അത് അവരറിയുന്നില്ലെന്നുള്ള കാര്യം. ഇന്നല്ലെങ്കിൽ നാളെ അത് അവർ അറിഞ്ഞിരിക്കും. അപ്പം അവർക്കുണ്ടാകുന്ന ആ നമ്മുടെ വില അവരുടെ മുന്നിൽ പോകത്തതേ ഉള്ളൂ. അപ്പം നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കണം എപ്പോഴും. അത് നമ്മുടെ ഫ്രണ്ടിനോടാണെങ്കിലും ആരോടാണെങ്കിലും സ്ട്രേറ്റ് ഫോർവേഡായിട്ട് പെരുമാറുക.